നമസ്കാരം. കുബേര, ധനുഷ് നായകനായ പടം. ധനുഷിൻ്റെ കൂടെ നാഗാർജുനുണ്ട് പ്രധാനപ്പെട്ട ഒരു റോളിൽ. ശേഖർ കമലയാണ് സംവിധാനം. ഹാപ്പി ഡേയ്സ്, ഫിദയൊക്കെ പോലുള്ള തെലുങ്ക് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ഡയറക്ടറാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്ന DSP ആണ്. പേഴ്സണലി വളരെ മോശം എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരു സിനിമ ഏതാണ്ട് 3 മണിക്കൂറിൻ്റെ മുകളിലുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഭയങ്കര ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് ബോറടിപ്പിച്ചിട്ട് കഥ പറയുക. കാരണം പ്രത്യേകിച്ച് 3 മണിക്കൂർ ലെങ്ത്തുള്ള ഒരു സിനിമ, അത് അത്രയ്ക്കും ലെങ്ത്ത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ പോകേണ്ടതുള്ളൂ. ഇത് സിനിമ അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നില്ല. കാരണം ഇത് വെട്ടിക്കൂട്ടി ഒരു 2-2.25 മണിക്കൂറിനകത്ത് കൃത്യമായിട്ട് അത് പറഞ്ഞു പോകാം. അപ്പം വലിയൊരു ബോറടി എന്നുള്ളത് ഒരു പക്ഷേ കണ്ടിരിക്കാൻ പറ്റും. ഇത് വലിച്ച് നീട്ടിയിട്ട് അനാവശ്യമായ കുറേ സീനുകൾ, ഈ കാണിച്ച മെയിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കാണിക്കാനും വീണ്ടും കാണിക്കുക, അതേ സംഭവം തന്നെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി കാണിച്ചുകൊണ്ടിരിക്കുക. വെറുപ്പിക്കലോടായിട്ടാണ് പേഴ്സണലി ഫീൽ ചെയ്തത്. ഒരു തരത്തിലും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഈ സിനിമ എനിക്കൊന്ന് മ്യൂസിക് ഇല്ലാതെ കണ്ടു കഴിഞ്ഞാൽ, ഡയലോഗുകൾ മാത്രമായിട്ട്, സീനുകൾ മാത്രമായിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെയും ബെറ്റർ ആവും തോന്നുന്നുണ്ട്. കാരണം ഇതിനെ കുറച്ചുകൂടെ വേസ്റ്റ് ആകുന്നൊരു കാര്യം DSPയുടെ മ്യൂസിക്കാണ്. കങ്കുവെന്നൊക്കെ എടുത്തുകൊണ്ട് വന്ന സാധനം അതേപോലെ ഇട്ടിരിക്കുന്നു. എവിടേക്കോ കേട്ട് പറയുന്ന കുറേ പാട്ടേടി പരിപാടി, അതിൻ്റെ കൂടെ നാമഞ്ചലൽ പരിപാടി, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഈ സിനിമയ്ക്കകത്ത് പല പോർഷൻസിലും കാണിക്കുന്ന കാര്യങ്ങൾ എന്തിനാണ് നമുക്ക് തോന്നും. കാരണം ഒരു സൈഡിൽ പ്രസവം, ഒരു സൈഡിൽ കൊലപാതകം, ഇങ്ങനെയൊക്കെയുള്ള ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക. മെയിനായിട്ട് പറയുന്നൊരു പ്ലോട്ട് സ്ഥിരം തെലുങ്ക്, തമിഴ് മസാല സിനിമകളിൽ കാണുന്ന പാവപ്പെട്ടവനും പണക്കാരനൊക്കെയുള്ള പരിപാടിയൊക്കെ തന്നെ. അതിലാകെ ബെറ്ററായി തോന്നിയ ഒരേ ഒരു കാര്യം ധനുഷിൻ്റെ കുറച്ച് പെർഫോമൻസസാണ്. ഇടയ്ക്കൊക്കെ ധനുഷിൻ്റെ പഴയ പരിപാടികൾ, പഴയ ബോഡി ലാംഗ്വേജ് പല പടങ്ങളിലൊക്കെ കണ്ടതൊക്കെ കയറി വരുന്നുണ്ടെങ്കിൽ പോലും കുറച്ചെങ്കിലുമൊക്കെ കണ്ടിരിക്കാൻ, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഓക്കെ എന്ന് തോന്നിയൊരു കാര്യം ധനുഷിൻ്റെ പ്രകടനം മാത്രമാണ്. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആളില്ലാത്ത ഗ്രൗണ്ടിൽ എന്താ പറയുക, ബൗണ്ടറി അടിക്കുന്ന പോലെ ധനുഷ് ഇങ്ങനെ കുറേയൊക്കെ ബെറ്റർ ചെയ്ത് പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ നിന്നാണെങ്കിൽ അതിനകത്ത് ഹരീഷ് പേരടി ഉണ്ട്. ഹരീഷ് വില്ലൻ എന്താ പറയുക, ക്യാരക്ടറായിട്ട് ചെയ്യുന്ന ഒരു റോളുണ്ട്. പുള്ളി സ്റ്റാർട്ടിങ്ങൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത് പോകെ പോകെ പടം വളരെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. കാരണം നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് ഒന്നുമില്ല, ഒരു ഹൈ മൊമെൻ്റ് ഇല്ല, ഒന്നുമില്ല. നമുക്ക് അങ്ങനെയുള്ളൊരു ഒരു പ്യുവർ ഒരു കൊമേഴ്സ്യൽ എൻ്റർടൈനർ, അത് 3 മണിക്കൂറൊക്കെ ഉള്ളൊരു എൻ്റർടൈനർ പറയുന്ന സമയത്ത് ഇത് ആളുകളെ അങ്ങനെ പിടിച്ചിരുത്തണ്ടേ? ഇതങ്ങനെ ഒരു തരത്തിലുമില്ല. തീരുന്നില്ല. നമുക്ക് റിമോട്ട് ഉണ്ടെങ്കിൽ അടിച്ചു നോക്കാമെന്നൊക്കെ എനിക്ക് ഇടയ്ക്ക് തോന്നിയത്. അതിനോട് മൂവ് ആവുന്നില്ല സിനിമ. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ രശ്മിക്കുണ്ട്. രശ്മിയൊക്കെ വെറുപ്പിക്കൽ, ഒരു കാര്യമില്ല. ഇതിന് മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു തമിഴ് തെലുങ്ക് പടങ്ങളിലേക്ക് കുറേയൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനത്തെ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് അതിനകത്ത്. പക്ഷേ അത് വർക്ക് ചെയ്തെടുത്തപ്പോഴും അതിൽ എന്താ പറയുക, ക്യാരക്ടേഴ്സിനെയും അതുപോലെ അതിലെ സിറ്റുവേഷൻസിനെയൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്തപ്പം, അതേപോലെ കഥാവഴികളൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്തപ്പം ഒട്ടും എൻഗേജിങ് അല്ലാതെ വളരെ ഫ്ലാറ്റായിപ്പോയി. എവിടെ ഒരു ഹൈ മൊമെൻറ്റില്ല, ഒന്ന് കൈയടിക്കാനായിട്ടോ അങ്ങനെയുള്ള ഒരു മൊമെൻറ്റും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു 3 മണിക്കൂറുള്ളൊരു കൊമേഴ്സ്യൽ പടം ഇങ്ങനത്തെ ഒരു മൊമെൻറ്റും ഇല്ലെങ്കിൽ എത്രത്തോളം വേസ്റ്റ് ആയിരിക്കും. അങ്ങനെ പറയേണ്ടതല്ലോ ഈ സിനിമയെ പറ്റി. പിന്നെ എന്താ പറയുക, സിനിമയിൽ യൂസ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഈ പറഞ്ഞ പോലെയാണ്. കാരണം ഒട്ടും സിങ്ക് ആവാത്ത ബാക്ക്ഗ്രൗണ്ട് സ്കോറും പരിപാടിയൊക്കെ. ടെക്നിക്കലി ഒന്നും സിനിമ വലിയ കുഴപ്പമില്ല. അങ്ങനെ ഡെഫിനറ്റ്ലി ഒരു വലിയൊരു സിനിമയാകുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊക്കെ ഓക്കെയാണ്. ധനുഷ് അല്ലാതെ വേറെ ഒന്നും അതിനകത്ത് ആശ്വാസമായി തോന്നിയില്ല. ധനുഷ് ഒരു ഓക്കെ അല്ലെങ്കിൽ എബോവ് ആവറേജ് ലെവൽ പെർഫോമൻസ് ധനുഷിൻ്റെ ഭാഗത്തുണ്ട് ആസ് എ ഹീറോ ക്യാരക്ടർ. നാഗാർജുനൊക്കെ വെറുതെ ഒരു കാര്യമില്ല, ഒന്നുമില്ലാതെ, ഒരു ഐഡൻറ്റിറ്റി ഇല്ലാത്തൊരു ക്യാരക്ടർ, ഒരു ബിഹേവിയർ സ്ട്രക്ചർ ഇല്ലാത്തൊരു ക്യാരക്ടറിനൊക്കെ ഡെവലപ്പ് ചെയ്ത് പുള്ളി അത് ചെയ്തിട്ടില്ല. എന്തിനാണെന്ന് അറിയില്ല. വേസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ വളരെ മോശം എക്സ്പീരിയൻസ് ആയിരുന്നു.